കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് പന്ത് ഇങ്ങനെ ഫോമൗട്ടായിട്ട് ടീമിനെ തൊലച്ചൊരു വഴിക്കാക്കി വെച്ചിട്ട് അതിന് അവസാനം വന്നിട്ട് ഒരു സെഞ്ചുറി അടിക്കും, അല്ലെങ്കിൽ ഒരു നല്ല പെർഫോമൻസ് കാണിച്ചിട്ട് സോൾട്ട് ജമ്പ് അടിക്കാൻ വരും, ഷോ കാണിക്കാനായിട്ട്. കഴിഞ്ഞ സീസൺ അതുപോലായിരുന്നു. സത്യം പറഞ്ഞാൽ ടീമിനെ വഴിയാധാരമാക്കി ഒരു സൈഡിലാക്കി ഒരു രീതിയിൽ രക്ഷപ്പെടത്തില്ല എന്നുള്ള അവസരത്തിൽ ക്യാപ്റ്റൻ വന്നിട്ട് സെഞ്ചുറി അടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം തലകുത്തി മറിഞ്ഞത് ഒരു അല്പന ഐശ്വര്യം കിട്ടിയ പോലുള്ളൊരു ഇതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. അപ്പോൾ ഈ സീസണിലും അതേ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ടീം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ടീമിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ടോപ്പ് 4ലേക്ക് എത്താനുള്ള വഴി കണ്ടെത്താനോ ഒന്നും ക്യാപ്റ്റന് പറ്റുന്നില്ല, ആ രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കാനും പറ്റുന്നില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു 70 100 ഒക്കെ റൺ അടിക്കുകയും ചെയ്യും, ഇവൻ തലകുത്തനെ മറിയുകയും ചെയ്യും. ഗവാസ്കർ അടക്കമുള്ള ആൾക്കാർ വാട്ട് എ മാർവലസ് ഇന്നിങ്സ്, വാട്ട് എ ഫണ്ടാസ്റ്റിക് ഇന്നിങ്സ് എന്ന് പറഞ്ഞിട്ട് കമൻട്രി ബോക്സിൽ ഇരുന്നിട്ട് ഇവനെ എടുത്ത് പൊക്കി വെക്കുകയും ചെയ്യും. ഇത്രയും ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ബോൾ ക്രിക്കറ്ററിനെ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. റെഡ് ബോളിൽ ഹീസ് എ ലെജൻഡ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വൈറ്റ് ബോളിൽ ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇത്രയും ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറെ ഞാൻ വേറെ കണ്ടിട്ടില്ല. 2024 T20 വേൾഡ് കപ്പിലൊക്കെ എന്തിനാണ് പന്ത് കളിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത്. ആ സ്കോർ ബോർഡൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതിൻ്റെ ആ ഒരു പ്രിവിലേജ് കൊണ്ട് മാത്രമാണ് പന്ത് കളിച്ചത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി 2027 50 ഓവർ വേൾഡ് കപ്പിലേക്കും ഇന്ത്യയുടെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ളത് ഋഷഭ് പന്താണ്. എന്ത് തേങ്ങ കാണിച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഋഷഭ് പന്തിൻ്റെ ഭാഗത്തുനിന്ന് വൈറ്റ് ബോൾ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല.